നമുക്ക് ഇപ്പം ഭക്ഷണം കിട്ടണം, എപ്പെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. തരാ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൊണ്ട് കാര്യമില്ല. കാരണം ഇത്ര സമയമായിട്ടും സത്യത്തിൽ പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. നമ്മൾ ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പരസ്യം ചെയ്യാനോ ഒന്നുമല്ല. പക്ഷെ നമ്മളെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് മുടക്കിയിട്ട് അവർ ഭക്ഷണം തരുന്നുമില്ല. ഇതുവരെ ഒരു കുപ്പി വെള്ളം പോലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ ഓഫീസിലുള്ള സ്റ്റോക്ക് മുഴുവൻ തീർന്നു. ഇവിടെ എക്സ്പ്രസിൻ്റെ ഓഫീസിൽ ഭക്ഷണം കഴിച്ചില്ല. നമ്മൾ രാവിലെ വന്നിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് വന്നത്. ഭക്ഷണം ഒന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ വരെ സന്നദ്ധ സംഘടനകൾ ഇഷ്ടം പോലെ ഭക്ഷണം, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോൾ പറഞ്ഞു ഇവിടുന്ന് IG-ൻ്റെ ഓർഡർ ഉണ്ട്, ഭക്ഷണം കൊടുക്കാനും പാടില്ല. നമ്മൾ 7 മണിക്ക് 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 7 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഇല്ല, ആകെ തന്നത് ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റും വെള്ളമാണ് ഞങ്ങൾ ഇത്ര സമയമായിട്ട് കഴിച്ച. പ്രതിരോധ ഗുളിക കുടിക്കാൻ നല്ലോണം ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കാൻ പാടുള്ളൂ ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ രക്ഷയില്ല, നമ്മൾ പ്രതിരോധ ഗുളിക കുടിക്കാണ്ട് ഇവിടെ പണിയെടുക്കാനും പേടിയാണ്. വെള്ളം കുടിച്ചിട്ട് ഗുളിക കുടിച്ചാൽ ബിസ്ക്കറ്റ് നിന്നിട്ട് ഗുളിക കുടിച്ചു. ഇത്ര സമയത്ത് ഭക്ഷണം കിട്ടിയിട്ടില്ല. അത് നല്ലോണം തന്നുകൊണ്ടിരുന്ന സംഘടനകളെ മുടക്കുകയും ചെയ്ത് ഗവൺമെൻറ് തന്നില്ല. നമുക്ക് ഇപ്പം ഭക്ഷണം കിട്ടും. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി എന്നറിഞ്ഞപ്പോൾ മറ്റൊന്നും നോക്കാതെ സന്നദ്ധരായി ഇറങ്ങി പുറപ്പെട്ട മനുഷ്യരാണ് ഈ ഭൂമിയിലെ ഈ അത്ഭുതങ്ങൾ തീർക്കുന്നത്. ഇവർക്ക് ഈ കുറേ സമയമായി ഭക്ഷണം ലഭിക്കുന്നില്ല എന്ന വലിയ പരാതിയാണ് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോൾ എന്താണ്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഭക്ഷണം കഴിച്ചില്ല. നമ്മൾ രാവിലെ വന്നിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാവും എന്നുള്ള ധാരണയിലാണ് വന്നത്. ഭക്ഷണം ഒന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. ഇന്നലെയൊക്കെ ഭക്ഷണം കിട്ടിയിരുന്നു. ഇന്നലെ വരെ സന്നദ്ധ സംഘടനകൾ ഇഷ്ടം പോലെ ഭക്ഷണം, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വന്നപ്പോൾ പറഞ്ഞു ഇവിടുന്ന് IG-ൻ്റെ ഓർഡർ ഉണ്ട്, ഭക്ഷണം കൊടുക്കാനും പാടില്ല. നമ്മൾ 7 മണിക്ക് 5 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. 7 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഇല്ല, ആകെ തന്നത് ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഈ ബിസ്ക്കറ്റും വെള്ളമാണ് ഞങ്ങൾ ഇത്ര സമയമായിട്ട് കഴിച്ച. പ്രതിരോധ ഗുളിക കുടിക്കാൻ നല്ലോണം ഭക്ഷണം കഴിച്ചതിന് ശേഷം കുടിക്കാൻ പാടുള്ളൂ ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ രക്ഷയില്ല, നമ്മൾ പ്രതിരോധ ഗുളിക കുടിക്കാണ്ട് ഇവിടെ പണിയെടുക്കാനും പേടിയാണ്. വെള്ളം കുടിച്ചിട്ട് ഗുളിക കുടിച്ചാൽ ബിസ്ക്കറ്റ് നിന്നിട്ട് ഗുളിക കുടിച്ചു. ഇത്ര സമയത്ത് ഭക്ഷണം കിട്ടിയിട്ടില്ല. അത് നല്ലോണം തന്നുകൊണ്ടിരുന്ന സംഘടനകളെ മുടക്കുകയും ചെയ്ത് ഗവൺമെൻറ് തന്നില്ല. നമുക്ക് ഇപ്പം ഭക്ഷണം കിട്ടണം, എപ്പെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ല. തരാ അല്ലെങ്കിൽ അങ്ങനെ ആയിക്കൊണ്ട് കാര്യമില്ല. കാരണം ഇത്ര സമയമായിട്ടും സത്യത്തിൽ പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്. നമ്മൾ ആരെയും കാണിക്കാനോ അല്ലെങ്കിൽ നമ്മളെ പരസ്യം ചെയ്യാനോ ഒന്നുമല്ല. പക്ഷെ നമ്മളെ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് മുടക്കിയിട്ട് അവർ ഭക്ഷണം തരുന്നുമില്ല. ഇതുവരെ ഒരു കുപ്പി വെള്ളം പോലും നിങ്ങൾക്ക് വേണോ എന്ന് ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ ഓഫീസിലുള്ള സ്റ്റോക്ക് മുഴുവൻ തീർന്നു. ഇവിടെ എക്സ്പ്രസിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നു. ഓഫീസിൽ കരുതി വെച്ച ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ എല്ലാവരും തീർന്നു. അതുപോലെ ബാത്റൂം സൗകര്യം, ഒരു സൗകര്യമില്ല. ഒരു ബാത്റൂമും ഇവിടുത്തെ പോലീസുകാർ മുഴുവൻ ഞങ്ങൾ ഓഫീസിലൊക്കെ വരുന്നത്. എത്ര സമയം പിടിച്ചു നിൽക്കണം? ഒരു ബാത്റൂം പോകാനൊക്കെ ഒരു മനുഷ്യന് പിടിച്ചു നിൽക്കാൻ ഒരു പരിധിയുണ്ട്. അത് ഈ ബയോ ടോയ്ലറ്റൊക്കെ ഉണ്ടാക്കി എനിക്ക് തോന്നുന്നത് ഇന്നലെ വരെ കൃത്യമായിട്ട് ഇവിടെ ഭക്ഷണം കിട്ടിയിരുന്നു. പിന്നെ സന്നദ്ധ സംഘടനകൾ ഗവൺമെൻറ്റൊക്കെ ഭക്ഷണം കൃത്യമായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കണ്ട എന്ന് പറയുകയും ഗവൺമെൻറ് ഭക്ഷണം തരും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ഫുഡ് പോയിസൺ വരും എന്നുള്ള ഒരു ചിന്തയായിരിക്കും എന്ന് വിചാരിക്കുന്നു. മറ്റെന്ത് കാരണം നമ്മൾ അറിയില്ല. പക്ഷേ നമുക്ക് ഇന്നിപ്പോൾ ഈ ഒരു നിമിഷമായിട്ട് ഇപ്പോൾ 11 മണി ഏറെക്കുറെ ആയിട്ടുണ്ട്. ഈ ഒരു നിമിഷം വരെ നമുക്ക് കൃത്യമായിട്ട് ഭക്ഷണം കിട്ടിയിട്ടില്ല. ഇതുപോലെ ഞങ്ങളെ മാത്രം അഭിമുഖീകരിക്കുന്ന വിഷയമല്ലേ ഇത്. ഒരുപാട് ആളുകൾ, 100 കണക്കിന് വ്യത്യസ്ത സന്നദ്ധ പ്രവർത്തകർ ഇവിടെ ഈ പരിസരം മൊത്തത്തിൽ മണ്ണിനടിയിൽപ്പെട്ട ബോഡികൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ ഓഫീസേഴ്സ് ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ പ്രശ്നങ്ങൾ അടിയന്തരമായിട്ട് പരിഹരിച്ചേ മതിയാവുള്ളൂ എന്നത്. രണ്ടാമത്തത് ഈ ആയിരക്കണക്കിന് ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ടോയ്ലറ്റ് ഉപയോഗം അത് ഇല്ല എന്ന് വേണം തന്നെ പറയാം. ഞങ്ങൾ ഒരു ചെറിയ ടോയ്ലറ്റാണ് അവിടെ ഉപയോഗപ്പെടുത്തുന്നത്. ഇത്രയും ആളുകൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഒരു ടോയ്ലറ്റ് കൃത്യമായിട്ടുള്ള മറ്റ് ബാക്കിയുള്ള സംവിധാനങ്ങൾ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ടെങ്കിലും അടിയന്തരമായിട്ട് ഈ ഒരു വിഷയത്തിൽ എന്താണ് ചെയ്യാൻ പറ്റുന്ന ചെയ്ത് ഈ ഒരു പ്രശ്നം പരിഹരിക്കണമെന്നാണ്. തീർച്ചയായും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ദുരന്ത ഭൂമിയിൽ നിസ്വാർത്ഥ സേവനം അനുഷ്ഠിക്കുന്ന ഈ മനുഷ്യർ ഇപ്പോൾ മണിക്കൂറുകൾ ഇത്രയായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ല. ഭക്ഷണം ഇല്ല എന്നതാണ് വസ്തുത. ഇവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സുലഭമായിരുന്ന ഭക്ഷണ കൗണ്ടർ, സന്നദ്ധ സേവകർ നടത്തിയിരുന്ന ഭക്ഷണ കൗണ്ടർ നിർബന്ധമായി അടപ്പിക്കുകയും പകരം സംവിധാനം ഒരുക്കാതിരിക്കുകയും ചെയ്തതോടെയാണ് ഈ മനുഷ്യർ പട്ടിണിയിലായിരിക്കുന്നത്. ഇവർക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ വിശന്ന് ഇവർ കഠിനമായ ജോലികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഭക്ഷണം കൂടി ഇല്ലാത്തൊരു സാഹചര്യം ദുഷ്കരമാക്കുന്നുണ്ട് ഈ ദുരന്തഭൂമിയിലെ പ്രവർത്തനങ്ങൾ. അടിയന്തരമായ ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് ഇവരെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഹാരിസിനൊപ്പം T. അനീസ് അലി, മീഡിയ 1 വയനാട്.